നിങ്ങളൊരു സൂപ്പർ വുമൺ ആണോ? ഇനി നിങ്ങളൊരു സൂപ്പർ വുമൺ അല്ല, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ വുമൺ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ വുമൺ ആവാനായിട്ടുള്ള ഒരു 20 ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളേനെ ഒന്ന് അസസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറി ആണ് എന്നുള്ളതൊന്ന് നോക്കി വെക്കുക. പറ്റുമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒന്നാമത്തെ കാറ്റഗറി ആണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി ആണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി ആണ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ആദ്യത്തെ കാറ്റഗറി ഇതാണ്: ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് എൻ്റെ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നത്, എൻ്റെ പ്ലാൻസിനനുസരിച്ചിട്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം വർക്ക് ആവുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, എക്സ്ട്രാ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം യെസ് ഐ ആം എ സൂപ്പർ വുമൺ എന്നുള്ളത്. അൽഹംദുലില്ലാ, ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് തിങ്. അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അങ്ങനെ എഴുതിയേക്കാം. എൻ്റെ രണ്ടാമത്തെ കാറ്റഗറി ഇതാണ്: ഞാനൊരു ഓക്കെ കാറ്റഗറിയാണ്. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെയൊന്നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംതിങ് ഈസ് ഹാപ്പനിങ്, എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ സംഭവിക്കുന്ന എല്ലാം എനിക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നുണ്ട്. സോ ഞാനൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ഞാനൊരു ഓക്കെ കാറ്റഗറിയാണ് എന്നുള്ളത് എഴുതാം. എൻ്റെ മൂന്നാമത്തെ കാറ്റഗറി ഇതായിരിക്കും: എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ നേടണം എന്നുണ്ട്, എല്ലാ മേഖലകളിലും വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് നേടണം, എങ്ങനെ വിജയിക്കണം, ഇതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് ഐ ജസ്റ്റ് ഡോണ്ട് ഹാവ് എനി പ്ലാൻ എന്നുള്ള, അതായത് എനിക്ക് ഒരു പ്ലാനും ഇല്ല. എന്താവണമെന്നോ എങ്ങനെ ആവണമെന്നോ എനിക്ക് യാതൊരു പ്ലാനും ഇല്ല, പക്ഷെ എനിക്ക് എല്ലാ മേഖലകളിലും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള കാറ്റഗറി ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ ജസ്റ്റ് ഇത്ര മാത്രം എഴുതിയാൽ മതി: ഞാൻ തേർഡ് കാറ്റഗറി ആണ്, അല്ലെങ്കിൽ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് എഴുതിയാലും മതി കേട്ടോ. ഈ ഒരു കാറ്റഗറി ആണെന്ന് എഴുതി വയ്ക്കുക. പിന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്: എനിക്ക് ഒന്നാവും വേണ്ട, ഒന്നും ആഗ്രഹമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അവർ ഈ വീഡിയോ കാണുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാറ്റഗറി ആണ് നിങ്ങളൊരു സൂപ്പർ വുമൺ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് ഈ വീഡിയോ കാണണം വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു നിങ്ങൾക്ക് കാണാം. ഓക്കെ. ആൻഡ് രണ്ടാമത്തെ കാറ്റഗറിയും മൂന്നാമത്തെ കാറ്റഗറിയും ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്: ഈ ഒരു വീഡിയോ കംപ്ലീറ്റ്ലി നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാ മേഖലകളിലും നിങ്ങൾ ഒരു കഴിവുറ്റ സ്ത്രീ ആവാൻ വേണ്ടുന്ന ഒരു 20ഓളം ടിപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ, മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മാത്രമല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലെവലിലോട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനനുസരിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലെവലിലോട്ട് നിങ്ങളുടെ ലൈഫ് അപ്പ് ആവുന്നത്, കയറി വരുന്നത് നിങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യാനായിട്ടും പറ്റും. ബില്ലാഹി തൗഫീഖ്. നമുക്ക് നേരെ വീഡിയോനെ നമുക്കൊരു 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് സംസാരിക്കാം. ഒന്നാമത്തെ വിഭാഗം ഇതാണ്: പേഴ്സണൽ ഡെവലപ്മെന്റ്. രണ്ടാമത്തെ വിഭാഗം റിലേഷൻഷിപ്പ്. മൂന്നാമത്തേത് കരിയർ ആൻഡ് ഫിനാൻസ്. നാലാമത്തേതാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ പറയില്ല ഐഷ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലും കൂടെ ഇൻഷാ അല്ലാഹ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പേഴ്സണൽ ഡെവലപ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങൾ എന്താണെന്നുള്ളത് അറിയാം. നമ്മളിപ്പോൾ ഒരു 3 കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് സ്യൂട്ട് ആവുക എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എഴുതി വെക്കുക. നിങ്ങളുടെ ഡ്രീംസ് എന്താണ്, അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലി എന്നുള്ളത് നിങ്ങളുടെ പ്ലാനിലുണ്ടോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമല്ലോ. അതുപോലെ മക്കളെ അത്രമാത്രം ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ മക്കളിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, മക്കൾക്ക് നിങ്ങൾ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഫ്ലോസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾക്ക് നെഗറ്റീവ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ മക്കളോട് ദേഷ്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് സ്നേഹത്തോടെ പെരുമാറാത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ പെരുമാറ്റം നിങ്ങളോട് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇതൊക്കെ കുറേ നിങ്ങൾക്ക് ഏത് മേഖലകളിലാണോ ചേഞ്ചസ് വരുത്തേണ്ടത് ആ മേഖലകളിൽ നിലവിലുള്ള നിങ്ങൾ എന്താണ്, നിലവിലുള്ള അവരുടെ തേർഡ് പാർട്ടിയുടെ അപ്രോച്ച് എന്താണ്, അതായത് ഹസ്ബൻഡ് ആവാം, മക്കളാവാം, ജോലിയിലാണെങ്കിൽ മറ്റ് നിങ്ങളുടെ സീനിയേഴ്സോ സുപ്പീരിയേഴ്സോ ആരാളെന്ന് വെച്ചാൽ അവരാവാം. അപ്പോൾ ഏത് തേർഡ് പാർട്ടിയുടെ അപ്രോച്ച് എന്താണ്, നിങ്ങളുടെ അപ്രോച്ച് എന്താണ്, ഇതിപ്പോൾ നിലവിലുള്ള കറന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, അത് എങ്ങനെ മാറണം, എങ്ങനെ ആക്കി മാറ്റണം, ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. ഇനി ഇവിടെ അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള കാര്യം തന്നെ ആയിക്കോട്ടെ. അമ്മായിയമ്മയ്ക്ക് നിങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, നിങ്ങൾക്ക് അമ്മായിയമ്മയോടുള്ള പെരുമാറ്റം എങ്ങനെയാണ്, നിലവിലുള്ള സ്റ്റാറ്റസ് എങ്ങനെ, ഇപ്പം നിലവിൽ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, ഇനി എങ്ങനെ മാറണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു 3 കാര്യത്തിൽ ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെയും പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലി ചെയ്യുന്നതും കുറേ പൈസ ഉണ്ടാക്കുന്നതായിരിക്കും സക്സസ് എന്ന് പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ആയിരിക്കും, അത് കുഞ്ഞാണെങ്കിൽ പോലും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അവരെ ഹാപ്പി ആക്കി വെക്കുന്നതും ആ ഒരു ഹാപ്പി സറൗണ്ടിങ്ങിൽ ജീവിക്കുന്നതുമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം സക്സസ് ഉണ്ടാവും. സക്സസ് എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ അംബാനി പറയുന്നുണ്ടാവും അയാൾ വിജയിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ കാഴ്ചപ്പാടിൽ വിജയം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ടല്ല നിങ്ങൾ സക്സസ്ഫുൾ വുമൺ ആണോ അല്ലെങ്കിൽ ഒരു സൂപ്പർ വുമൺ ആണോ എന്നൊന്നും നോക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ്. സോ ആദ്യം തന്നെ നോ യുവർ സെൽഫ്. നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി ഏത് തരത്തിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അത് എല്ലാ മേഖലകളിലും എങ്ങനെയൊക്കെയാണെന്നുള്ളത് എഴുതി വയ്ക്കാം.
രണ്ടാമത്തെ കാര്യമാണ് മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അത്യാവശ്യമാണ്. പലപ്പോഴും നമ്മൾ പറയാറില്ല, നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നവർക്ക് പോലും നരകമുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മൾ കെയർലെസ് ആയിട്ട് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ട് നിസ്കരിക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ അള്ളാഹ് നമ്മുടെ മുമ്പിൽ നിന്നുള്ള ഒരു ചിന്ത നമുക്കില്ലാതെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമ്മളത് പറയാറുണ്ടല്ലേ. മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യണം, ശ്രദ്ധയോടെ ചെയ്യണം, ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധയോടെ ഖുർആൻ ഓതണം, ഓരോ കർമ്മം ചെയ്യുമ്പോഴും അത് ശ്രദ്ധയോടെ ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈവൻ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ആ ചെയ്യുന്ന സാധനത്തിൽ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാവുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മോർണിംഗ് ടൈമിൽ, ഡേ ടൈമിൽ കുറേ മരങ്ങളുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഗാഡ്ജറ്റ്സും ഇല്ലാണ്ട് ചുമ്മാ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നേച്ചർ ബാത്ത് എന്നൊക്കെ പറയില്ല, അതേപോലെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൈൻഡ്ഫുൾനെസ് കിട്ടും കേട്ടോ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ ചിന്തകളാണ് വരുന്നത്, പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ ചിന്തകളെ ഇങ്ങനെ നോക്കുക. അതിങ്ങനെ കടലിലെ തിര പോലെ ഒന്ന് പോയി കഴിഞ്ഞാൽ വേറൊരു ചിന്ത വരണം, ഒരു ചിന്ത വന്നു പോകുന്നു, അടുത്ത ചിന്ത വന്നു പോകുന്നു. അപ്പോൾ ഈ പോകുന്ന ചിന്തകളെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുക. അത് മേ ബി അതൊരു മേഘങ്ങൾ പോലെ ആയിരിക്കാം. ഒരു മേഘം അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും അടുത്ത മേഘം അങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്ന ചിന്തകളായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ മൈൻഡ്ഫുൾനെസ്സിനുള്ള അല്ലെങ്കിൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കൂടി വരും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഗാഡ്ജറ്റ്സുകളിൽ പെട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിലൊക്കെ പെട്ടുപോകുന്നതുകൊണ്ടാണ് കൂടുതൽ ടെൻഷൻ അടിച്ചുള്ള ഒരു ഹാർഡ് ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അവർക്ക് ഭയങ്കര ഷോർട്ടായിരിക്കും മെമ്മറി, ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ടിപ്പ് പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് ആണ് പോസിറ്റീവ് അഫർമേഷൻസ് എന്നുള്ളത്. നമ്മൾ പറയാറുണ്ടല്ലേ, നിയ്യത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓരോ പ്രവൃത്തിയും സ്വീകാര്യ യോഗ്യമാവണം എന്നുണ്ടെങ്കിൽ നിയ്യത്ത് വേണം എന്ന് പറയാറുണ്ട്. ഇവൻ അത് ചിലത് മനസ്സിൽ കരുതുന്ന, ചിലർ പറയും അത് മനസ്സിൽ കരുതിയാൽ മതി എന്ന്, ചിലർ പറയും അത് നാവുകൊണ്ട് പറയേണ്ടതുണ്ടെന്ന്. വാട്ട് ഓവർ മേ ബി, നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു കർമ്മത്തിന് ഫലം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കർമ്മം നമ്മൾ വിചാരിച്ച രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് അതിനൊരു റിസൾട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് നിയ്യത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ അഫർമേഷൻ പറയാറുണ്ട്. ഏറെക്കുറെ അഫർമേഷൻ എന്ന് പറയുന്നത് നിയ്യത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞാനിത് ചെയ്യുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, അതൊക്കെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമ്മളിങ്ങനെ പറയുമല്ലേ. ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, ആദ്യം നമ്മൾ അതിൻ്റെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ഇൻറ്റൻഷന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാഹ്, ഇവ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യമാണെങ്കിൽ ബിസ്മി കൊണ്ട് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും, അൽഹംദുലില്ലാഹ് എന്ന് പറയും. എക്സാക്ട്ലി അതാണ് പലപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നീ സൈക്കോളജി പറയുമ്പോൾ സൈക്കോളജി പറഞ്ഞാൽ പോലെ എന്തിനാണ് ദീനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇത് എല്ലാ മതത്തിലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കേട്ടോ. നമ്മൾ പഠിച്ച മതത്തിനെ കുറിച്ച് പറയുന്നു മാത്രമേ ഉള്ളൂ. ഡെഫിനറ്റ്ലി എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അത് ബോധപൂർവം ചെയ്യാന്നുള്ള ഒരു രീതിയിൽ ഹൈന്ദവ വിശ്വാസികൾക്കും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കണക്റ്റഡ് ആവുന്നത് മുസ്ലിം വിശ്വാസത്തോടായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ പോലും അതിൽ നമ്മൾ അഫർമേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതിന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് എവറിത്തിങ് ഈസ് എ പോസിറ്റീവ് അഫർമേഷൻ. ഇപ്പം നമ്മൾ ഈ പറയുന്ന അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയുന്ന അൽഹംദുലില്ലാഹ് പോലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ കുറേ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ നിയ്യത്ത് വെച്ച് അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷനോട് കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ ഒക്കെ ഉൽപ്പാദനം നടത്തുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്ലഷർ ഹോർമോൺസ്, സന്തോഷം തരുന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രൊഡക്ടിവിറ്റി വല്ലാണ്ട് കൂട്ടുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് ആണ് സെറ്റ് എ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന 4 പോയിന്റ്സ് ഉണ്ട്. സ്മാർട്ട് എന്ന് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് പറയാം. എന്താണ് സ്മാർട്ട്? സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബൗണ്ട്. ഈ 5 ഫാക്ടേഴ്സ് അടങ്ങുന്നതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഈ ഒരു 5 ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് എനിക്ക് ഇന്നത് വേണമെന്നുണ്ടായിരിക്കണം, ആൻഡ് എത്ര വേണം എന്നുള്ളത് അടുത്തത് ഉണ്ടായിരിക്കണം. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിത് നേടാൻ കഴിയുന്ന ഒരു ഗോളായിരിക്കണം, നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ഗോളായിരിക്കണം. കാരണം ഒരു 60 വയസ്സിൽ നിങ്ങൾ എനിക്കൊരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു +2 ടോപ്പർ ആവണം, അങ്ങനത്തെ ഒരു ലക്ഷ്യം ഒന്നും സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അച്ചീവബിൾ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗോളായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടാവേണ്ടത്. അതിൻ്റെ നാലാമത്തേതെന്ന് പറഞ്ഞാൽ റെലവൻ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു ലക്ഷ്യമായിരിക്കണം നിങ്ങളുടേത്. അതിൻ്റെ 5ാമത്തേത് ടൈം ബൗണ്ട്. ഇത്ര സമയത്തിനകത്ത് എനിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്യമായിരിക്കണം. ഞാനൊരു 40 വർഷത്തേക്കോ 50 വർഷത്തേക്കോ ഉള്ള ഒരു ലോങ് ടേം ഗോൾ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും എനിക്ക് അച്ചീവബിൾ ആയിക്കോണമെന്നില്ല. പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞൊരു ലോങ് ടേം
ഗോൾ ഉണ്ടെങ്കിൽ ആ ഒരു ഗോളിലോട്ട് എത്തുന്ന കുഞ്ഞു കുഞ്ഞു ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്ത്. കാറ്റഗറിയാണ് റിലേഷൻഷിപ്പ്. ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് അധികം കാര്യങ്ങളുണ്ട്. കാരണം നമ്മളെ പ്രൊഡക്റ്റീവ് ആക്കി നിർത്താനും അതേപോലെ പ്രൊഡക്റ്റീവ് അല്ലാതെ ആക്കി നിർത്താനും നമ്മുടെ ചുറ്റുപാടുള്ള വ്യക്തികൾ വല്ലാതെ നമ്മളതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ആണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. സന്ദർഭോചിതമായിട്ട് നമ്മൾ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുകയാണ്, ആ സമയത്താണ് നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു ഗസ്റ്റ് വന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രയാസമാവുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു മിനിമം ട്രീറ്റ് കൊടുക്കുക. അതായത് ഗസ്റ്റ് വന്നതല്ലേ എന്നാലോചിച്ച് നിങ്ങളുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ ഗസ്റ്റിന് മുഷിഞ്ഞാലോ എന്ന് കരുതി നിങ്ങൾ സഹിച്ച് ചെയ്യുന്നതിനേക്കാൾ ഗസ്റ്റിന് വേണ്ടുന്ന മിനിമം ട്രീറ്റ് കൊടുത്തിട്ട് ആളോട് പറയാം, എനിക്ക് അത്യാവശ്യമായിട്ട് പോകാനുണ്ട്, ഇന്നൊരു കാര്യം എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്, സോ നിങ്ങൾ മറ്റൊരു അവസരത്തിൽ വരൂ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്യുക. അവരെന്ത് വിചാരിക്കും എന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ നിങ്ങൾ വിചാരിച്ച് കഴിച്ചു കൂട്ടുന്നതിന് പകരം വാ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഈ ഒരു അവസരത്തിൽ മാത്രമല്ല, എല്ലാ അവസരത്തിലും കൃത്യമായി മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് ആണ് ബൗണ്ടറി സെറ്റിംഗ്. മറ്റൊരാൾക്ക് പുറത്തുനിന്നുള്ള മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ എവിടം വരെ ആക്സസ് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിൽ കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളൊരു ജോയിന്റ് ഫാമിലിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് വസ്ത്രം ധരിക്കണം, നിങ്ങൾ തടിക്കണോ മെലിയണോ, നിങ്ങൾ പഠിക്കണോ വേണ്ടേ, നിങ്ങൾ ജോലി ചെയ്യണോ വേണ്ടേ, ഇതൊക്കെ തീരുമാനിക്കുന്നത് പലപ്പോഴും മറ്റു പല വ്യക്തികളായിരിക്കും. നിങ്ങളുടെ വ്യക്തി ആസ് എ ഒരു വ്യൂമൺ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ആൾക്കാരടുത്ത് ഇന്ന ബൗണ്ടറി വരെ നിങ്ങൾക്ക് ഇടപെടാം. ഇത് എൻ്റെ ജീവിതമാണ്, അതിലോട്ട് അനാവശ്യമായി തള്ളി കയറുന്നത് ഇത്ര ആൾക്കാർക്ക് മാത്രമേ അതിന് അങ്ങോട്ടേക്കുള്ള ഒരു എൻട്രൻസ് ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. അടുത്ത പോയിന്റ് ആണ് എംപതി ആൻഡ് കൈൻഡ്നസ് എന്ന് പറയുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ എത്രയൊക്കെ ബിസി ഷെഡ്യൂളാണ്, നമ്മുടെയൊക്കെ ജീവിതം നോക്കി നമ്മൾ ഓടുന്ന ആൾക്കാരാണെങ്കിലും മറ്റൊരു വ്യക്തിക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ, അത് എത്ര ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അവർക്കൊരു ആവശ്യമായിട്ട് വരുമ്പോൾ അത് പൈസ ആയിട്ടാണെങ്കിലും വ്യക്തി ആയിട്ടാണെങ്കിലും മറ്റേതെങ്കിലും നല്ലൊരു വാക്കുകൊണ്ടാണെങ്കിൽ പോലും അവരെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും കഴിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെപ്പോഴും ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ ഉള്ളിലോട്ട് വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മൾ അങ്ങോട്ടേക്കും ആവശ്യ സമയത്ത് പോലും നിൽക്കൂല. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനേ മറ്റൊരാൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ബന്ധങ്ങൾ വേണം. അതൊരിക്കലും പൈസ കൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും നമുക്ക് പൈസ കൊണ്ട് മാത്രം വാങ്ങാനായിട്ട് പറ്റില്ല. ഈവൻ ദോ നമ്മൾ എല്ലാവരും പറയാറുണ്ട് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും, കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടാൻ പറ്റുന്ന, അത് ഇൻഫാക്ട് ഒരു ഫാക്ട് തന്നെയാണ് ആ സാധനം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊന്നുമില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മളുടെ ചുറ്റും കുറെ ആളുകൾ ഉണ്ടാവും. പണ്ട് കാലത്തൊക്കെ ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഈ പൈസ കൊടുത്തോണ്ട് മാത്രമല്ല. എംപതി കൈൻഡ്നസ് എന്ന് പറയുന്നത്, കൊടുക്കല് വാങ്ങല് എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമല്ല, പകരം നമ്മുടെ ടൈമിന് വില ഉണ്ടാവും, നമ്മുടെ എമോഷൻസിന് വില ഉണ്ടാവും. അപ്പൊ അതൊക്കെ അവരർഹിക്കുന്ന രീതിയിൽ അവർക്ക് കൊടുക്കുക, വാരിക്കോരി കൊടുത്തിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. 10ാമത്തെ പോയിന്റ് ആണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ഓൾവേസ് നിങ്ങൾക്ക് അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് ആണ് കരിയർ ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജോലിയുള്ള സ്ത്രീകളാണ് എന്തോ സംഭവം, ഞാൻ എന്തോ ഒരു കൊമ്പത്തെ സംഭവമാണ് എനിക്ക് ജോലി ഉള്ളത് എന്ന് പറയുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഈ ജോലിക്ക് പോവുക അല്ലെങ്കിൽ 9 to 5 ജോലി എന്ന് പറയുന്നത് അത്രമാത്രം സുഖമുള്ള പരിപാടിയൊന്നും ആയിരിക്കില്ല. സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്കൊരു ജോലി വേണോ എന്നുള്ളത്. ഈ ഒരു ജോലി വേണം എന്നാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അതിന് പറ്റും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അത് പ്രിഫർ ചെയ്യാം, അത് നല്ലൊരു കാര്യമാണ്, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടികളുടെ കാര്യം കോംപ്രമൈസ് ആവുന്നു, വീട്ടിലെ കാര്യങ്ങൾ കോംപ്രമൈസ് ആവുന്നു, നിങ്ങളുടെ ഉറക്കം കോംപ്രമൈസ് ആവുന്നു, ഹെൽത്ത് കോംപ്രമൈസ് ആവുന്നു. പ്രഷർ കുക്കറിൽ ഇരുന്നുകൊണ്ട് ജോലിക്ക് പോകുന്നത്, ഞാൻ അങ്ങനെ ജോലി ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് പറയണം, പ്രഷർ കുക്കറിൽ ഇരുന്നുകൊണ്ട് ജോലിക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം പോകുക. കാരണം ഹസ്ബൻഡിന്റെ ഫിനാൻസ് കൊണ്ട് നടക്കുന്നില്ല, നിങ്ങളെ നോക്കാനായിട്ട് ആരുമില്ല. ഇപ്പം ഇസ്ലാമിലാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ജോലിക്ക് പോകേണ്ടെന്ന ആവശ്യകത അവിടെ വരുന്നില്ല. ശരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഫിനാൻഷ്യലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് വേറെ ജോലിക്ക് പോകേണ്ട കാര്യമില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഇയാൾ ചെയ്യുക എന്നുള്ളത് അയാളുടെ നിർബന്ധിത ബാധ്യതയാണ്. ഇനി ഹസ്ബൻഡിനെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ നിർബന്ധിത ബാധ്യതയാണ്. ആൻഡ് അത് അവരുടെ റൈറ്റ്സ് ആണ് കേട്ടോ. പക്ഷേ ഇസ്ലാം നിയമപ്രകാരം തന്നെ എല്ലാവരും നടന്നോളണമെന്നില്ല അല്ലേ. നമ്മളിപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഭർത്താവിന്റെ ബാധ്യതയാണ് എന്നുണ്ടെങ്കിൽ പോലും ഭർത്താവ് ഭാര്യമാരെ നോക്കിക്കൊള്ളുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കാത്ത സാഹചര്യത്തിൽ ആ സ്ത്രീക്ക് ഒന്നല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അവൾക്ക് ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോകാം. അപ്പൊ ഈ ജോലിക്ക് പോകുന്ന ഒരു കാര്യമാണ് ആ കുട്ടി പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഇവർ സാറ്റിസ്ഫൈഡ് ആണ്, ഇവർക്കത് വേണം, ഇവർ ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ ക്യാൻ ഗോ ഫോർ വർക്ക്. അതല്ലാതെ ഇവരൊക്കെ ജോലിക്ക് പോകുമ്പോൾ പൊതുവേ സ്ത്രീകൾ പറയാറുണ്ട്, നിങ്ങൾ വീട്ടിലിരിക്കുകയല്ലേ, നിങ്ങൾക്ക് എന്താണ്, ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ്, ജോലിക്ക് പോകുന്നുണ്ട് 10 രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന സ്ത്രീകളുണ്ട്. ആ ഒരു രീതി സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഒരു പെൺകുട്ടി തീരുമാനിക്കുകയാണ്, എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ നോക്കണം, മക്കളെ നോക്കണം, എൻ്റെ വീട് പരിപാലിച്ച് എനിക്ക് വീട്ടിലിരിക്കുന്നതാണ് സന്തോഷം എന്നൊരു പെൺകുട്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു ഹർ. അത് അവളുടെ തന്നെ തീരുമാനമാണ്. അപ്പോൾ അവരടുത്ത് പോയിട്ട് പലരും പറയുന്ന കാര്യമാണ്, നിന്റെ കെട്ടിയവൻ ചത്തുപോയാൽ അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലൊക്കെ നിനക്ക് ജീവിക്കേണ്ടേ എന്നുള്ളത്. ഇതേ കാര്യം രണ്ടുപേർക്കും ഒരുമിച്ച് വരില്ല എന്ന് എന്താ ഉറപ്പ്? ഒരു ആക്സിഡന്റ് ആയിട്ട് എല്ലാവരും കൂടെ എന്തെങ്കിലും പ്രശ്നം പറ്റില്ല എന്ന് എന്താ ഉറപ്പ്? അപ്പൊ ഈ നിങ്ങൾക്ക് ജോലി ഉണ്ടാവേണ്ടത് ഭർത്താവ് കിടപ്പിലായ ഞാൻ ജീവിക്കണ്ടേ എന്ന് ആലോചിച്ചിട്ടാവരുത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചറിനും നിങ്ങൾക്ക് അത് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പാരമ്പര്യമായിട്ട് പണക്കാരായിട്ടുള്ള സാമ്പത്തികമുള്ള ആൾക്കാർ പോലും സ്ത്രീകൾ പലപ്പോഴും ജോലി ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ സെൽഫിൽ അവർക്ക് ആ ഒരു പ്രൗഡും അല്ലെങ്കിൽ ആ ഒരു ഇൻഡിപെൻഡൻസും ഒക്കെ എൻജോയ് ചെയ്യാനുള്ള താല്പര്യം കൊണ്ടാണ്. അല്ലാണ്ട് അവർക്കത് ജോലി ചെയ്യേണ്ട ഒരാവശ്യമില്ല. ആൻഡ് ഇപ്പം നിങ്ങൾ ഫിനാൻഷ്യലി വീക്ക് ആണെങ്കിൽ ജോലി ഒരു പ്രയോറിറ്റി ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ എനിക്ക് ആ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് ഒരു സ്ത്രീ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതൊരു കുറഞ്ഞ കാര്യമല്ല, അതൊരു മോശം കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ അത് ഫിനാൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് ആക്കുക, സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലാതിരിക്കും. പിന്നെ ഇതിൽ തന്നെ വരുന്നൊരു കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ വർക്ക് ചെയ്താലും വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഏജ് ഒരു മാറ്റർ അല്ല, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളിങ്ങനെ കൂട്ടി കൊണ്ടുവരിക. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ജോലി വേണം എന്നുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അത് 2 മേഖലകളിലും നിങ്ങൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക, അറിവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ അറിവിനെ നിങ്ങൾ എല്ലായ്പ്പോഴും റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വളരും. നമ്മൾ ഇനിയിപ്പോൾ ഒരു ജോലിയും ചെയ്യുന്നില്ലെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ ഹസ്ബൻഡ്, മക്കൾ എല്ലാവരും ആ ഒരു പക്വത അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം കാണിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എല്ലായ്പ്പോഴും അറിവുണ്ടാക്കിക്കൊണ്ടിരിക്കുക. പോയിന്റ് ആണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് വരുന്നത് എക്സസൈസ് ആൻഡ് ന്യൂട്രീഷൻ ആണ്. ഈ ന്യൂട്രീഷൻ ആൻഡ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ തന്നെ അറിയാം, നല്ലത് ഭക്ഷിക്കുക, നല്ലപോലെ വേർക്കുക, നന്നായിട്ട് അധ്വാനിക്കുക. അപ്പൊ അതൊന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസ് ഉത്പാദിപ്പിക്കും, നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കും. സെൽഫായിട്ട് നിങ്ങളൊരു സെൽഫ് ലവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുനടക്കാനും പറ്റും. അടുത്തതാണ് സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ ഹൗസ് വൈഫ് ആണെങ്കിലും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 hours എങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരു പവർ നാപ്പെങ്കിലും ഡേ ടൈമിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് കണ്ണടച്ച് കിടക്കാനായിട്ട് ശ്രമിക്കുക. റിലാക്സ് ചെയ്യുന്നത് ഒരിക്കലും മടിയന്മാരുടെ ലക്ഷണമല്ല, നിങ്ങൾക്ക് ചാർജ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എപ്പോഴൊക്കെ വീക്കായിട്ട് പോകുന്നുണ്ടോ ആ സമയത്ത് നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക. മേ ബി നിങ്ങളുടെ ചുറ്റൂടുള്ള ആൾക്കാർ വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ എപ്പോഴും കിടക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തെങ്ങനെ വീക്കായിട്ടിരിക്കുന്നതെന്നൊക്കെ. അതിനർത്ഥം നിങ്ങൾ വീക്കാണെന്ന് തന്നെയാണെന്ന്. നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ചാർജ് ആവും. ആ ചാർജ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന കാര്യം ഞാനിത് എന്നെ ചാർജ് ചെയ്യാനാണ് എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കണം. അടുത്തൊരു പോയിന്റ് ആണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സ്ത്രീകളുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഹോർമോണൽ ലെവൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എങ്ങനെ വേവി ആയിരിക്കും, ഫ്ലക്ച്വേറ്റഡ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഡിപ്രഷനോ ആങ്സൈറ്റിയോ മറ്റെന്തെങ്കിലും സ്ട്രെസ് ഡിസോർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിന് നിങ്ങൾ കൗൺസിലിങ്ങോ ട്രീറ്റ്മെന്റ്സോ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാനും നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഓൾവേസ് പ്രയോറിറ്റൈസ് യുവർ മെന്റൽ ഹെൽത്ത്. അത് മറ്റൊരാൾക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കരുത്. എപ്പോഴും നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അടുത്തതാണ് പർപ്പസ് ആൻഡ് പാഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ പോയിന്റ്സും ഒന്നിനൊന്നിന് കണക്റ്റഡ് ആണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിന് തീരുമാനം ഉണ്ടാവണം. നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടുന്ന വേറൊരു കാര്യമാണ് ദ്വായും ഗ്രാറ്റിറ്റ്യൂഡും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ പലപ്പോഴും ഏതോ ആകാശത്തിൽ 7ാം ആകാശത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്ന പോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുക. ഇൻഫാക്ട് അള്ളാഹ് നമ്മുടെ ഖണ്ഡനാളത്തിന്റെ നരമ്പിനേക്കാൾ ചേർന്ന് നിൽക്കുന്ന അത്രയും അടുത്തുള്ള ഒരു നമ്മുടെ ക്രിയേറ്ററുടെ അടുത്താണ് നമ്മളിത് ചോദിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ദ്വാ ചെയ്യാനായിട്ട്. ഇപ്പം ഈവൻ നിങ്ങളൊരു ദൈവവിശ്വാസി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ അഫർമേഷൻ ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് എന്തെങ്കിലും അട്രാക്ട് ചെയ്യുന്നതായിക്കോട്ടെ, എനിത്തിങ് നിങ്ങൾക്കത് കിട്ടും എന്നുള്ള 100% വിശ്വാസത്തോടെ, അത് നല്ലതാണെങ്കിൽ നിങ്ങളിലോട്ട് വരട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെ നിങ്ങൾ ദ്വാ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ദ്വാക്ക് ഭയങ്കര ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാനതിന് വിറ്റ്നസ്സാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. 10-20 മിനിറ്റ് 2-3 ലൈറ്റിനകത്ത് നിന്നിട്ട് ഉരുകി വേർത്ത് തീർന്നിട്ടുണ്ട്. നോമ്പും കൂടെയാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയായിട്ടുള്ള അഭിപ്രായവും കമൻസും ഒക്കെ എനിക്ക് ആവശ്യമാണ്. ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് അവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.